എറണാകുളം കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന് പരാതി. പ്രസവത്തെ തുടർന്ന് യുവതി അതീവ ഗുരുതരാവസ്ഥയിലാണ്. പിറവം സ്വദേശി ജോമോന്റെ ഭാര്യ ജോയ്സിയെ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഡോക്ടർ ദേവമാതാ ഹോസ്പിറ്റൽ കൂത്താറിലാണ്. ഞങ്ങൾ നോക്കി ഡോക്ടറുടെ പേര് ബാബുരാജ് എന്നാണ്. ടെസ്റ്റുകളൊക്കെ നടത്തി കൊച്ചുണ്ടാവുന്ന സമയം തൊട്ടുള്ള പ്രഗ്നന്റ് ആയ സമയം തൊട്ട് ഞങ്ങൾ അവിടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം അഡ്മിറ്റ് ആയി. അന്ന് കുഴപ്പമൊന്നുമില്ല. 11-ാം തീയതി രാവിലെ ഡോക്ടർ വന്നിട്ട് കുറച്ച് പെയിൻ വരാനുള്ള ഇത് ചെയ്യാൻ ടാബ്ലറ്റ് വയ്ക്കാന്ന് പറഞ്ഞു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ഗർഭാവസ്ഥയിലുള്ള ടെസ്റ്റുകളെല്ലാം പൂർണ്ണമായും നോക്കിയതും അതിലൊന്നും ഒരു കുഴപ്പവും കണ്ടെത്താതിരുന്നതുമാണ് എന്ന് തന്നെയല്ലേ അവരിപ്പോൾ പറയുന്നത് ദേവമാതാ ആശുപത്രിക്കെതിരെ? സുജയ, അങ്ങനെ തന്നെയാണ് ജോമോനും കുടുംബവും പറയുന്നത്. പിറവം സ്വദേശി ജോമോന്റെ ഭാര്യ കൂത്താട്ടുകുളം സ്വദേശിനിയാണ് ജോയ്സി. ജോയ്സിയെ തുടക്കം മുതൽ കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. ടെസ്റ്റുകളെല്ലാം കൃത്യമായി നടത്തിയിരുന്നു. 10-ാം തീയതി പ്രസവത്തിനായി എത്താൻ പറഞ്ഞു. അന്നും ടെസ്റ്റുകളൊക്കെ നടത്തി കൃത്യമായിരുന്നു. എന്നാൽ പെയിൻ ഉണ്ടായില്ല. തൊട്ടടുത്ത ദിവസം 11-ലേക്ക് മാറ്റിവെച്ചു. 11-ാം തീയതിയും പെയിൻ വന്നില്ല. ടാബ്ലറ്റ് നൽകിയെങ്കിലും 12-ലേക്ക് അത് മാറ്റിവെച്ചു. 12-ാം തീയതി ഇടവിട്ട് പെയിൻ വന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം 13-ലേക്ക് മാറ്റിവെച്ചു. 12-ാം തീയതി വൈകുന്നേരത്തോടുകൂടി നവജാത ശിശു മരിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇതേ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ ബ്ലീഡിങ്ങിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ ഈ നവജാത ശിശുവിന്റെ അമ്മയെ ഉടൻ തന്നെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു എന്നാണ് ഇവരുടെ പരാതി. അതേ തുടർന്ന് കോട്ടയം കാരിത്താസ് ആശുപത്രിയിലാണ് ഇപ്പോൾ ജോയ്സി ഉള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയിട്ടുണ്ട്. അത് നേരിയ പുരോഗതി. ആരോഗ്യത്തിൽ ഇന്നാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ കൂത്താട്ടുകുളം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഇതിനെക്കുറിച്ച് നമ്മൾ കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയുടെ വിശദീകരണവും തേടിയിരുന്നു. ആശുപത്രി അധികൃതർ പറയുന്നത് ഈ കുഞ്ഞ് നവജാത ശിശു 12-ാം തീയതി വൈകിട്ട് മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ടെസ്റ്റുകളൊക്കെ കൃത്യമായിരുന്നു. അങ്ങനെ ഒരു സൂചന ഇല്ലായിരുന്നതുകൊണ്ടാണ് ഇവർ സിസേറിയനിലേക്ക് തിരിയാതിരുന്നത് എന്ന വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. ഏതായാലും ഇതിനെതിരെ പോലീസിനെ ഇപ്പോൾ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ നവജാത ശിശുവിന്റെ കുടുംബം. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.